ചില നരേറ്റീവുകൾ ശരിയാണോ എന്ന് നോക്കാൻ നമുക്ക് വസ്തുതകൾ പരിശോധിക്കേണ്ടി വരും. അർജന്റീനയ്ക്ക് റഫറിമാർ വാരിക്കോരി പെനാൽറ്റി കൊടുക്കുന്നു. പെനാൽറ്റി ഫോർ അർജന്റീന, ജയിപ്പിക്കാൻ വേണ്ടി റഫറിമാർ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ മറുഭാഗത്ത് ഫ്രാൻസിൻ്റെ കാര്യമോ? ഇന്നലെയും ഫ്രാൻസിന് കൊടുത്തൊരു പെനാൽറ്റി, അത് എംബപ്പയുടെ ഡൈവിംഗ് ആണോ അല്ലയോ എന്നൊക്കെയുള്ള ചർച്ച ഒരു ഭാഗത്ത് ഇപ്പോൾ സജീവമാണല്ലോ. അതുപോലെ തന്നെ ഒരു ഹാൻഡ് ബോൾ റഫറി വിളിക്കാതെ പോയത്, റാബിയോട്ടിൻ്റെ കയ്യിൽ കൊണ്ടത്, അതൊക്കെ അവിടെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടോ അർജന്റീനയെക്കുറിച്ച് പറയുന്ന അതേ ആവേശത്തിൽ പലപ്പോഴും ആരും പറഞ്ഞു കേൾക്കാറില്ല. അപ്പോൾ ഞാനൊന്ന് പരിശോധിക്കുകയാണ് ഈ പെനാൽറ്റിയുടെ കണക്കുകൾ, വസ്തുതകൾ എന്താണ് എന്നുള്ളത്. ഇപ്പോൾ 2022 വേൾഡ് കപ്പിൽ അർജന്റീനയ്ക്ക് അനുകൂലമായിട്ട് ഫിഫ കാര്യങ്ങൾ ചെയ്തെന്നും ഇപ്പോൾ ഈ വർഷവും ഈ വേൾഡ് കപ്പിലും അങ്ങനെ തന്നെ ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ വാദങ്ങൾ. അപ്പോൾ നമ്മൾ സമീപകാലത്തെ 3 വേൾഡ് കപ്പിലെ കണക്കുകൾ എടുത്താൽ ഫ്രാൻസിന് എത്ര പെനാൽറ്റി കിട്ടിയെന്നറിയോ? 8 പെനാൽറ്റികൾ. അർജന്റീനക്കോ? ഈ കൂടുതലായിട്ട് പെനാൽറ്റിയൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞ അർജന്റീനക്ക് അവർക്കും 8 പെനാൽറ്റികൾ. എന്തുകൊണ്ടോ ഇത് ആളുകൾ പറയാൻ തയ്യാറാവുന്നില്ല. പിന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അർജന്റീന പുറകിൽ നിൽക്കുമ്പോഴും അർജന്റീന സമനിലയാകുമ്പോഴും അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പെനാൽറ്റികൾ കൊടുക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കണക്കുകൾ നോക്കിയാലോ, ഫ്രാൻസിന് കിട്ടിയ പെനാൽറ്റികൾ ഏതൊക്കെ ഘട്ടത്തിലാണെന്ന്. 2018 ഫ്രാൻസ് വേഴ്സസ് ഓസ്ട്രേലിയ മത്സരത്തിൽ ഗോൾ രഹിത സമനിലയായി നിൽക്കുമ്പോഴാണ് ഫ്രാൻസിന് അനുകൂലമായിട്ട് പെനാൽറ്റി കൊടുക്കുന്നത്. അർജന്റീനയ്ക്കെതിരെയുള്ള കളിയിൽ അന്നും ഇതുപോലെ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുമ്പോഴാണ് ഫ്രാൻസിന് അനുകൂലമായിട്ട് പെനാൽറ്റി കൊടുക്കുന്നത്. ക്രൊയേഷ്യക്കെതിരെ 1-1 സമനിലയിൽ നിൽക്കുമ്പോഴാണ് അവർക്ക് അനുകൂലമായിട്ട് പെനാൽറ്റി കൊടുക്കുന്നത്. 2022 അർജന്റീനയ്ക്കെതിരെ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ 2-0 അവർ പുറകിൽ നിൽക്കുമ്പോഴാണ് പെനാൽറ്റി കൊടുക്കുന്നത്. വീണ്ടും 3-2 അവർ പുറകിൽ നിൽക്കുമ്പോഴാണ് അടുത്ത പെനാൽറ്റി കൊടുക്കുന്നത്. ഫൈനലിൽ 2 പെനാൽറ്റികൾ അവർക്ക് കൊടുത്തിരുന്നു എന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. 2026 ഈ വേൾഡ് കപ്പിലോ പരാഗ്വേക്കെതിരെ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുമ്പോഴാണ് ഫ്രാൻസിന് അനുകൂലമായിട്ട് പെനാൽറ്റി വിധിക്കുന്നത്. ഇപ്പോൾ മൊറോക്കോക്കെതിരെ ഗോൾ രഹിത സമനിലയിൽ നിൽക്കുമ്പോഴാണ് പെനാൽറ്റി വിധിക്കുന്നത്. പക്ഷേ എംബാപ്പെ ഗോളാക്കിയില്ല എന്ന് മാത്രം. അപ്പോൾ വേർ ഈസ് ദാറ്റ് ഔട്ട്റേജ്? അതെന്താ വരാത്തെ? അർജന്റീന ആകുമ്പോൾ മാത്രം ഫിഫന്റീന എന്നൊക്കെ പറയും. ഇതെന്താ ഇപ്പോൾ ഫിഫ്രാൻസ് എന്ന് വിളിക്കാത്ത? വിളിക്കടാ ഫിഫ്രാൻസ് എന്ന്.